നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിലെ ചില വിള്ളലുകൾ, മോശമായ പ്രവർത്തനങ്ങൾ, ശൈലികൾ, രീതികൾ ഇതൊക്കെ പലപ്പോഴും കുട്ടികളുമായിട്ട് ഗൈഡൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടുമ്പോൾ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഇത് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് കൂടെ പങ്കുവെച്ച് കൊടുക്കണം. കാരണം സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ബോധമുണ്ടാകുന്നത് നല്ലതാണ്, ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇതിനകത്ത് വരുത്തേണ്ട തിരുത്തലുകൾ ഓരോരുത്തർക്കും വരുത്താനുള്ളൊരവസരവുമാണ്. ഈ അവധി ദിവസങ്ങളിലൊക്കെ ഈ കരിയർ സംബന്ധമായ പല കാര്യങ്ങളുമായിട്ടും പല പേരൻസും കുട്ടികളും സമീപിക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കാണുന്ന ചില പൊതുവായ പ്രശ്നങ്ങൾ സമൂഹത്തിനും കൂടെ മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ഒരുപാട് കുട്ടികൾ ഈ നീറ്റ്, JEE ഇങ്ങനെയുള്ള എൻട്രൻസ് കോച്ചിങ്ങുകൾ ഒരാവശ്യവും ഇല്ലാതെ പോയിട്ടുണ്ട്. ഇത്തരം കുട്ടികളൊക്കെ അതിൻ്റെ ഒരു അവസാന സമയമാകുമ്പോഴത്തേക്ക് അവരുടെ ആത്മവിശ്വാസമൊക്കെ വളരെ കുറഞ്ഞ് വളരെ ഹോപ്പ്ലെസ്സായി ബേസിക്കായിട്ടുള്ള സ്കിൽസ് ഒന്നും ഇല്ലാതെയാണ് കണ്ടുവരുന്നത്. ഇതിനൊരു രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവർക്ക് നാച്ചുറലായിട്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളോ, അവർക്ക് സൗഹൃദങ്ങൾ വളർത്താനുള്ള അവസരങ്ങളോ, ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങളോ ഒക്കെ കുറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു സൈഡിൽ. രണ്ടാമത്, അതിനുള്ള കാലിബർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പഠനങ്ങളൊക്കെ പഠിച്ചിട്ടും അവർക്ക് അതിലൊന്നും യാതൊരു സാധ്യതയും നിലനിർത്താൻ കഴിയുന്നില്ല. ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വളരെ ആവശ്യമാണ്. പ്രധാനമായിട്ടും അതിന് കാലിബർ ഇല്ലാത്ത കുട്ടികളെ ഇത്തരം കോഴ്സുകൾക്ക് വിടാതിരിക്കുക. പിന്നെ ഈ രണ്ടും കെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതിനു വേണ്ടി പോയിട്ടും ഒരു കാര്യമില്ല. ഇപ്പോൾ ഇത്തരം ഗൈഡൻസ് അല്ലെങ്കിൽ ഇത്തരം എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്നെങ്കിൽ അതിൻ്റെ ബെസ്റ്റായിട്ടുള്ള സ്ഥലത്ത് അതിന് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയൊക്കെ പോയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇനി അതിന് കാലിബർ ഇല്ലാത്ത കുട്ടികളെ ഇനി എത്ര വലിയ സ്ഥലത്ത് വിട്ടിട്ടും കാര്യമില്ല. ഇത് ചുമ്മാതെ പോയി വരുമ്പോൾ പണനഷ്ടവും സമയനഷ്ടവും മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ടൊരു ജീവിത നഷ്ടം അതിനകത്തുണ്ടാകുന്നുണ്ട്. കാരണം ഇത്തരം കുട്ടികളൊക്കെ വളരെ മാനസികമായും പിന്നെ വൈകാരികമായും ഒക്കെ തളർന്ന് സ്കിൽസൊന്നും തീരെ ഇല്ലാതെയാണ് ഫൈനൽ പ്രോഡക്റ്റായി മാറുന്നത്. അവിടെ നിന്ന് അവരെ ഡെവലപ്പ് ചെയ്യാനും പിന്നീട് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പേരൻസൊക്കെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഈ ഫാൻസി ആയിട്ട് എല്ലാവരും പോകുന്നു എന്നും പറഞ്ഞിട്ട് ഇത്തരം കോഴ്സുകൾക്കൊന്നും കുട്ടികളെ കൊണ്ട് വിടാതിരിക്കുകയാണ് നല്ലത്. അതിനുള്ള കാലിബറും അതിനുള്ള പൊട്ടൻഷ്യലും അതിനുള്ള താല്പര്യവും അതിനുള്ള ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടെങ്കിൽ വിടുക. അപ്പോൾ എല്ലാം തികഞ്ഞവരെ വിട്ടാൽ മതിയോ എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഒരു കഷ്ടപ്പാട് എടുക്കാൻ തയ്യാറല്ലാത്തവരെ വിട്ടാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആകെ പ്രയോജനം ഉണ്ടാകുന്ന ഇത്തരം കോച്ചിങ് സെൻറ്ററുകൾക്കാണ്. അവർ കോടികൾ സമ്പാദിക്കുന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ പേപ്പറിൻ്റെയും ഫ്രണ്ട് പേജ് മുഴുവൻ ഇന്ന് അവരാണ്. ഇത് ഇത്രയും കോടികൾ മുടക്കി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് അവരുണ്ടാക്കുന്ന ലാഭം എന്തും വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. സർക്കാരും പോലും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, സമൂഹങ്ങളൊന്നും ഇതിനെ ചിന്തിക്കുന്നില്ല. വലിയ വ്യാപകമായ ഒരു പണനഷ്ടമാണ് ഇതിലൂടെ ചെറിയ ചെറിയ കുടുംബങ്ങളായിട്ട് ലോകത്തിന് നഷ്ടപ്പെടുന്നത്. ഈ നഷ്ടം വളരെ വലുതാണ്. ഇതിൻ്റെ ഒരു സാമൂഹികപരമായ ഇമ്പാക്റ്റ് നോക്കുമ്പോൾ അത് വളരെ വലുതാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കും. അടുത്തൊരു പ്രശ്നം കാണുന്നത്, ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാനായിട്ട് പല കുട്ടികളെയും അതിഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇവർ സ്വാധീനിക്കപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചാൽ, പലപ്പോഴും ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളും സ്കൂളുകളിൽ നിന്നും ഒക്കെ തന്നെ ഇതേ ഡേറ്റ തന്നെയാണ് ഈ +2 കുട്ടികളുടെ കൈക്കലാക്കി വിദേശ രാജ്യ വിദ്യാഭ്യാസ ലോബികളും ഉപയോഗിക്കുന്നത്. അവർ ഇത്തരം കുട്ടികളെ കണ്ടമാനം വിളിക്കുകയും സ്വാധീനിക്കുകയും അവരെ പ്രഷർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സാധ്യതയാണെന്നുള്ള മട്ടിലാണ് പല കുട്ടികളും സംസാരിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു വലിയ ചതിയാണ്. കാരണം ഈ +2 കഴിഞ്ഞ് നേരെ വിദേശ രാജ്യത്തൊക്കെ പോയി അവിടെയൊക്കെ എന്തെങ്കിലും പഠിച്ച് പെട്ടെന്ന് വലുതാകാമെന്നൊന്നും ആരും കരുതണ്ട. ഇപ്പം കഴിഞ്ഞ ദിവസം ടൊറൻറ്റോയിൽ നിന്ന് വിളിച്ച ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, മഴ പെയ്യുകയല്ല, ഇവിടെ മലയാളി പെയ്യുകയാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങ് ചെന്ന് ആ നാട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും ഈ പാർട്ട് ടൈം വർക്കിംഗ് അവേഴ്സ് കുറച്ചിരിക്കുകയാണ്. അവർ രാജ്യങ്ങൾ തന്നെ പറയുന്നത്, നിങ്ങൾ പഠിക്കാനാണ് ഇവിടെ വരുന്നത്, അല്ലാതെ ജോലി ചെയ്യാനല്ല. അപ്പോൾ ജോലി കൊടുക്കാൻ സംവിധാനങ്ങളില്ല. ജോലി ഇല്ലാതെ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പല കുട്ടികളുടെയും കേസുകളിൽ അവരവിടെ പോയി ശരിയായ രീതിയിൽ ഒന്നും പഠിക്കുന്നില്ല. കുറേ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം, പൈസയും ഉണ്ടാവുന്നില്ല, ഒന്നും ഉണ്ടാവുന്നില്ല. അവസാനം അവിടെ PR കിട്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് വലിയ കടബാധ്യതയോടുകൂടി തിരിച്ച് നാട്ടിൽ വരേണ്ട അവസ്ഥയുണ്ട്. ഈ MBBS പോലുള്ള കോഴ്സുകളൊക്കെ വിദേശത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആകാമെന്നൊക്കെ ധരിക്കുന്നത് വളരെ ആലോചിച്ച് പോവുക. കാരണം ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഈ +2 കഴിഞ്ഞ് പോകുമ്പോഴുള്ള വേറെ
വേറൊരു കുഴപ്പം, ഈ കുട്ടികൾ പ്രായം കുറവാണ്, അവർക്ക് ലോകപരിചയമില്ല. ഇവർ പലതരത്തിൽ ചതിക്കപ്പെടാനും തെറ്റായ വഴികളിലൊക്കെ ചെന്നുപെടാനും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടാനും ഒക്കെ ഇന്നതൊക്കെ കൂടി വരികയാണ്. അപ്പം ഈ കുറച്ചുകൂടെ മുതിർന്ന ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിലോ ഒക്കെ നാട്ടിൽ പഠിച്ച് ഒരു 10-20 വയസ്സിന് ശേഷം ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടെ ആരോഗ്യപരമായ ഒരു സമീപനമായിരിക്കും. അതും പറയാതിരിക്കാൻ വയ്യ. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പല കുട്ടികളും അമിതമായിട്ട് ഈ ട്യൂഷൻ സെൻ്ററുകളിലാണ് അവരുടെ ജീവിതം ചെലവഴിക്കുന്നത്. ഈ 10ലും 11ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ കൂടുതൽ സമയവും ട്യൂഷൻ സെൻ്ററുകളിലാണ്. എല്ലാ സ്കൂളുകളുടെ എതിർവശത്ത് ഒരു ട്യൂഷൻ സെൻ്ററുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഘടിത ട്യൂഷൻ. ഈ സംഘടിത ട്യൂഷൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരവിടെ ചേർന്നേ പറ്റുള്ളൂ. ഇതെല്ലാം സ്കൂളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ആക്കിയിരിക്കുകയാണ്. പലപ്പോഴും സ്കൂളും ഈ ട്യൂഷൻ സെൻ്ററും തമ്മിലൊക്കെ പല അടിയൊഴുക്കുകളുമുണ്ട്. ഇതെല്ലാം വളരെ തെറ്റായൊരു രീതിയാണ്. കുട്ടികളെ 8 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയണം, ആ സമയം കൊണ്ട് അവർ പഠിക്കണം. ബാക്കിയുള്ള സമയം വീട്ടിൽ പോയി അവർ ബന്ധുമിത്രാദികളുമായിട്ട് ഇടപെടുക, സൗഹൃദങ്ങൾ കൂട്ടുക, അവരുടെ കലാപരവും കായികപരവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക, ജീവിതം ആസ്വദിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾ മിടുക്കരായി വളർന്നു വരുന്നത്. ഇന്നങ്ങ് പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് നാളെ സുഖിക്കാമെന്നൊന്നും ആരും കരുതണ്ട. കാരണം ഇന്ന് എത്ര കഷ്ടപ്പെട്ടാലും നാളെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്ന് കുഞ്ഞുങ്ങൾ ആസ്വദിച്ച് സന്തോഷിച്ചൊക്കെ തന്നെ പോട്ടെ. അവർക്ക് സൗഹൃദങ്ങളുണ്ടാവണം, അവർ കലയും കളിയും ഒക്കെ ആയിട്ട് പോകണം, അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം. ഇതൊക്കെ ആവശ്യമാണ്. ഒരു എക്സസൈസ് പോലും പല കുട്ടികൾക്കും ഇല്ല, ഒരു ആക്ടിവിറ്റിയും ഇല്ല. ഒരുമാതിരി എല്ലാ കുഞ്ഞുങ്ങളും ഒരുമാതിരി അങ്ങ് ദാരിദ്ര്യം പിടിച്ച ഒരു വൈകാരിക അവസ്ഥയിലാണ്. ഇതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ കുട്ടികൾ പോയി മുഴുവൻ സമയം അവിടെ ചിലവഴിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇത് ലോകത്തൊന്നും ഒരു രാജ്യത്തും കാണാത്ത ചില പ്രവണതകളാണ്. ഇവിടെ ചില കച്ചവടങ്ങൾ ഇത്തരത്തിൽ വളരാൻ വേണ്ടി ആ കച്ചവടങ്ങൾക്ക് വേണ്ടി കൊട പിടിച്ചു കൊടുക്കുന്ന ഒരു സാമൂഹ്യ സൃഷ്ടി, ഇത് വലിയ അപകടമാണ്. രാഷ്ട്രീയ നേതൃത്വം ഇത് കാണുന്നില്ല, സാമൂഹ്യ രംഗത്തുള്ളവർ ഇതിനോട് പ്രതികരിക്കുന്നില്ല. ഒരു രംഗത്തുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ആരെവിടെ പോയി എന്തവസ്ഥയിൽപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ നിലവാരമാണ് നാളെ ഈ സമൂഹത്തിൻ്റെ നിലവാരം. ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ സന്തോഷവും അവരുടെ ഭാവിയുമാണ് നാളെ ഈ സമൂഹത്തിൻ്റെ സമാധാനം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ വരുത്തി വയ്ക്കുന്ന, രൂപപ്പെടുത്തിയെടുക്കുന്ന സമൂഹം ഭയാനകമായിരിക്കും. മാത്രമല്ല, ഇവർ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തെല്ലാം പ്രശ്നക്കാരായി മാറാനും സാധ്യതയുണ്ട്. അവിടെയൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ അവരെല്ലാം തിരിച്ച് ഇവിടേക്ക് തന്നെ വിടുകയും അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമ്മൾ തന്നെ ചുമക്കേണ്ട ഗതികേടും വരും. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാനും അവർക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ ആസൂത്രണങ്ങൾ വരട്ടെ, ഇടപെടലുകൾ വരട്ടെ, തിരുത്തലുകൾ വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. Thank you all. Thank you so much.